നമസ്കാരം. ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിർണായക പുരോഗതി. ജൈനമ്മയെ കൊലപ്പെടുത്തി കത്തിച്ചതാണ് എന്നതിന്റെ തെളിവുകളാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചത്. കോട്ടയം ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചനകൾ. സ്വീകരണ മുറിയിൽ വെച്ച് തലക്കടിച്ച് ഇവരെ കൊലപ്പെടുത്തിയെന്നാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ച വിവരം. ഇതിനിടെ തെറിച്ചുവീണ രക്തത്തിന്റെ കറയുടെ സാമ്പിൾ പരിശോധിച്ചതിൽ നിന്നുമാണ് കേസിൽ നിന്ന് തുമ്പായത്. സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച തെളിവുകളിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. കൊലപാതകത്തിന് ശേഷം ശരീരം മുറിച്ച് കത്തിച്ചെന്ന സൂചനയും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട്. സെബാസ്റ്റ്യന്റെ വീട്ടിലെ കുളിമുറിയിലും ശുചീകരണ സാമഗ്രിയിലും രക്തസാന്നിധ്യം കണ്ടെത്തിയത് മൃതദേഹം മുറിച്ചതിന്റെ സൂചനയാണ് നൽകുന്നത്. തുടർന്ന് ഓരോ ശരീരഭാഗവും പല സ്ഥലങ്ങളിലായി മറവ് ചെയ്യുകയായിരുന്നു. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നടത്തിയ തിരച്ചിലിൽ തലയോട്ടിയുടെയും തുടയലിന്റെയും ഭാഗങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതും ജൈനമ്മയുടേത് തന്നെ എന്ന ഉറച്ച വിശ്വാസത്തിലാണ് അന്വേഷണ സംഘം. ഇതിൽ നടത്തിയ DNA പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല. കത്തിക്കരിഞ്ഞ ചെറിയ എല്ല് കഷ്ണങ്ങളുടെ DNA പരിശോധന ശ്രമകരമായതിനാലാണ് ഫലം വൈകുന്നതത്രേ. ജൈനമ്മയെ കൊലപ്പെടുത്തി എന്ന നിഗമനത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ റിമാൻഡിൽ കഴിയുന്ന സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നത്. മാത്രമല്ല, ബിന്ദു പത്മനാഭൻ തിരോധാന കേസിന്റെ അന്വേഷണം ഊർജിതമാക്കാനാണ് നീക്കം. കൂടുതൽ തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമാണ് ഈ നീക്കം. ഇതിനായി അന്വേഷണ തലവൻ ചേർത്തല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുന്നിൽ അടുത്ത ദിവസം അപേക്ഷ നൽകും. ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ട വ്യാജരേഖ ചമക്കൽ, തട്ടിപ്പ് കേസുകളിൽ വിചാരണയുടെ ഭാഗമായി പ്രതി സെബാസ്റ്റ്യനെ ചൊവ്വാഴ്ച ചേർത്തല കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം. ജൈനമ്മ കേസിലെ നിർണായക കണ്ടെത്തലുകളിൽ സെബാസ്റ്റ്യന്റെ പങ്ക് തെളിഞ്ഞിരുന്നു. കൃത്യവും ആസൂത്രിതവുമായ നീക്കങ്ങളിലൂടെയാണ് ജൈനമ്മയുടെ കൊലപാതകത്തിൽ കേസ് അന്വേഷിക്കുന്ന സംഘം നിർണായക തെളിവുകൾ കണ്ടെത്തി സെബാസ്റ്റ്യനെ കുടുക്കിയത്. ഇതോടെയാണ് 2017 പട്ടണക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറിയ ബിന്ദു പത്മനാഭൻ കേസും സജീവമായത്. ബിന്ദു പത്മനാഭനെയും സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലുകളടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. പുതിയ വെളിപ്പെടുത്തലുകളിൽ ഉൾപ്പെടെ വസ്തു ഇടനിലക്കാരനെ അടക്കം സെബാസ്റ്റ്യന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. 2017 മുതൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ബിന്ദു പത്മനാഭൻ കേസ് അന്വേഷിച്ചിരുന്നുവെങ്കിലും സമഗ്രമായ പരിശോധനകളൊന്നും ഇയാളുടെ വീട്ടിലടക്കം നടത്തിയിരുന്നില്ല. വീട്ടുവളപ്പിൽ പരിശോധന ആവശ്യം 8 വർഷം മുമ്പേ ഉണ്ടായിരുന്നതാണ്. ബിന്ദു പത്മനാഭനും കൊല ചെയ്യപ്പെട്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണമെങ്കിലും ഇതിൽ ഒരു തെളിവ് കണ്ടെത്താനായിരുന്നില്ല. 3.5 മാസത്തെ അന്വേഷണത്തിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് ജൈനമ്മ കേസിൽ നിർണായക തെളിവുകൾ ശേഖരിച്ചത്.